LDF സർക്കാരിന്റെ 10 വർഷക്കാലത്ത് തഴച്ചു വളർന്ന ഒരു പ്രസ്ഥാനമുണ്ട്. അത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. സർക്കാരിന്റെ ഏത് നിർമ്മാണ പ്രവൃത്തികളും ടെൻഡർ പോലും ഇല്ലാതെയാണ് ഊരാളുങ്കലിന് ലഭിച്ചിരുന്നത്. അതിന് ഇപ്പോഴും മാറ്റമില്ല എന്നത് വേറൊരു കാര്യം. എത്ര ഉയർന്ന തുകയുടെയും ചെറിയ തുകയുടെയും നിർമ്മാണമാണെങ്കിലും അത് ഊരാളുങ്കലിനാണ് CPM കൊടുത്തിരുന്നത്. അക്കാലത്ത് അതിനെതിരെ ശക്തമായ വിമർശനം ഉയർത്തിയിരുന്ന UDF ഇന്ന് ഭരണത്തിലെത്തിയപ്പോഴും ഊരാളുങ്കലിന് പരിഗണന കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഊരാളുങ്കലിന് ടെൻഡർ ഇല്ലാതെ കരാർ എടുക്കുന്നതിനുള്ള അനുമതി സർക്കാർ നീട്ടി നൽകിയത്. മെയ് 31-ന് ഊരാളുങ്കലിന്റെ അടക്കം കാലാവധി അവസാനിച്ചതാണ്. ഇതാണ് ജൂലൈ 31 വരെ നീട്ടി നൽകിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഊരാളുങ്കലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നപ്പോൾ അവർക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ് പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ ചെയ്തത് എന്നതും ശ്രദ്ധേയം. വൈകിയാണെങ്കിലും ഊരാളുങ്കലിന്റെ കാര്യത്തിൽ UDF-ന് ബോധോദയമുണ്ടായി എന്നായിരുന്നു മുൻ മന്ത്രി കൂടിയായ VN വാസവൻ ഇതിനോട് പ്രതികരിച്ചത്. ഊരാളുങ്കലിന്റെ പേരിൽ CPM-നെ ആക്രമിച്ചിരുന്ന കോൺഗ്രസിന്റെ നിലപാട് മാറ്റം വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അത് CPM ആയുധമാക്കുകയും ചെയ്യുന്നുണ്ട്. പിണറായി സർക്കാരിന്റെ കാലത്ത് നിയമസഭയിലെ പല നവീകരണ പ്രവർത്തനങ്ങളുടെയും ടെൻഡർ നൽകിയതും ഊരാളുങ്കലിനായിരുന്നു. അതിലെല്ലാം വൻ അഴിമതി നടന്നിട്ടുണ്ടെന്ന് അന്നേ വിമർശനവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ അഴിമതിയെല്ലാം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ബോധ്യപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. ഊരാളുങ്കലിന്റെ അഴിമതി കൈയോടെ പിടികൂടി അവരെ കഴുത്തിന് പിടിച്ച് പുറത്തെറിഞ്ഞിരിക്കുകയാണ് സഭയുടെ പരമാധികാരി കൂടിയായ സ്പീക്കർ. ഇത് CPM-നും കഴിഞ്ഞ LDF സർക്കാരിനും കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. നിയമസഭയ്ക്കുള്ളിൽ നടത്തിയ പ്രവൃത്തികളിൽ ഗുരുതര വീഴ്ചകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനെ തുടർന്ന് പിണറായി സർക്കാരിന്റെ കാലത്ത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് തുക അനുവദിച്ചിറക്കിയ ഉത്തരവുകളടക്കം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റദ്ദാക്കിയിരിക്കുകയാണ്. സഭയിലെ ഡൈനിങ് ഹാൾ നവീകരിക്കാൻ 7.5 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. ശങ്കരനാരായണൻ തമ്പി ഹാളിന്റെ പരിപാലന ചുമതലയിൽ നിന്ന് ഊരാളുങ്കലിനെ ഒഴിവാക്കി. പകരം പൊതുമരാമത്ത് വകുപ്പിന് നൽകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഡേറ്റാ സെന്ററിന്റെ വാർഷിക പരിപാലന ചുമതല ഊരാളുങ്കലിൽ നിന്ന് നീക്കി കെൽട്രോണിന് നൽകി. നിയമസഭയിലെ നടപടിക്രമങ്ങൾ ഡിജിറ്റൈസ് ചെയ്യാനുള്ള പദ്ധതിയിൽ നേരത്തെ വൻ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്ത് നിയമസഭയ്ക്കകത്ത് ഊരാളുങ്കലിന് ലഭിച്ച ആനുകൂല്യങ്ങളും കരാറുകളും വൻ അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണെന്ന പ്രാഥമിക വിലയിരുത്തലാണ് സ്പീക്കറുടെ കർശനമായ ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യങ്ങളിൽ വിശദമായ അന്വേഷണത്തിന് സ്പീക്കർ ഉത്തരവിടുമെന്നാണ് വിവരം. കൃത്യമായ അന്വേഷണം നടത്തിയാൽ ഊരാളുങ്കലിന്റെ എല്ലാ അഴിമതികളും പുറത്തുവരുമെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കോടികൾ ചെലവഴിച്ച് നിയമസഭാ പരിസരം നവീകരിക്കുന്നതിന് വിവിധ കരാറുകാർക്കായി അനുവദിച്ച പദ്ധതി നിർത്തിവെക്കാനും നിയമസഭാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. അതിവേഗം ഭരണാനുമതി നൽകി LDF സർക്കാർ ആദ്യഘട്ട തുക അനുവദിച്ച പദ്ധതിയാണിത്. മണ്ണ് പരിശോധനയ്ക്കായി മാത്രം ഇതിനായി 6 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ഇത്തരത്തിൽ നിയമസഭയ്ക്കകത്തെ വിവിധ പ്രവർത്തികൾക്കായി നൽകിയ കരാറുകളെല്ലാം അടിമുടി അഴിമതി നിറഞ്ഞതായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.